മാഡം ഈ ക്യാൻ കെയർ എന്ന് പറഞ്ഞൊരു സംരംഭം മാഡം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിന്റെ തുടങ്ങാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്താണ്? എൻ്റെ മദർ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ആൻഡ് ഒരു എൻ സ്റ്റേജിലായിരുന്നു ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 to 7 years പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു സമയത്താണ് ഇത് പാലിയേറ്റീവിൻ്റെ ഒരു നീഡ് ഞാനും മനസ്സിലാക്കിയത്. 2016 ഒരു ഹോം കെയർ യൂണിറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അന്ന് ശരിക്കും ഈ വണ്ടി തന്നെയായിരുന്നു ഞാനും ഒരു നേഴ്സും ഒരു ഡ്രൈവറും. ഇതെൻ്റെ ആക്ച്വലി പേഴ്സണൽ വെഹിക്കിൾ ആയിരുന്നു. ഞങ്ങളിത് കൺവേർട്ട് ചെയ്ത് ഹോം കെയർ വെഹിക്കിളായിട്ട് പോവുമായിരുന്നു. പല പല വീടുകളിൽ ചെന്നിട്ട് ക്യാൻസർ രോഗികളെയായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പ്രായമുള്ളവർ വിസിറ്റ് ചെയ്യാൻ വരും ഈ ക്യാൻസർ രോഗികളെ. അപ്പോൾ അന്നേരം പറയുമായിരുന്നു എൻ്റെ ഒരു ഡോക്ടറുണ്ട് വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി തുടങ്ങിയത്. ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 to 75 ശരിക്കും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഘട്ടമാണ്. പക്ഷേ ഒരു 75 to 85 അല്ലെങ്കിൽ 90 വരുമ്പോഴത്തേക്ക് ഇവരുടെ ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞു വരികയാണ്. അവർക്കൊരു കെയർ പലപ്പോഴും നോർമൽ ഏജിങ്ങിൽ തന്നെ അവർക്കൊരാളുടെ സഹായം ആവശ്യമുള്ള സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആവും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രോപ്പർ കെയർ ആക്ച്വലി വേണം. എന്നാലേ അവരുടെ ഒരു ഡെയിലി ലൈഫ് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റെസിഡൻസിനുള്ള ഒരു പ്രൊഫഷണൽ ടീമാണ് ഞങ്ങളിവിടെ. ഇപ്പോൾ കെയർ ഹോം ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ വരുമ്പോൾ എപ്പോഴും അവിടെ വളരെ സേവന സന്നദ്ധരായിട്ടുള്ള കെയർ ഗിവേഴ്സും അതുപോലെ സോഷ്യൽ വർക്കേഴ്സും ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരെ കൃത്യമായി ഓറിയൻറ്റഡ് ആയിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പ്രോഗ്രാം അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാവിധ സർവീസുകളും പ്രത്യേകമായിട്ട് കൊടുത്താണ് നമ്മൾ ക്യാൻ കെയറിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.